ഹലോ ഫ്രണ്ട്സ്, വിഷു ഒക്കെ എല്ലാവരും അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ 2 തരത്തിലുള്ള സ്റ്റോറേജ് ബോക്സസ്, DIY സ്റ്റോറേജ് ബോക്സസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു മേക്കപ്പ് ഓർഗനൈസിങ് ബോക്സാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മേക്കപ്പ് ഓർഗനൈസിങ് ബോക്സ്. കണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ള, ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഡെക്കറേഷനും നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഓർഗനൈസിങ് ബോക്സ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് വീട്ടിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. രണ്ടാമതായിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് ബോക്സ് കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് ടോപ്സാണ് ഇപ്പം ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു സ്റ്റോറേജ് ബോക്സും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഫാബ്രിക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. അത് നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള ഫാബ്രിക് തന്നെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ 2 സ്റ്റോറേജ് ബോക്സസും എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമേ തന്നെ ഈ ഒരു ഓർഗനൈസിങ് ബോക്സ് അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഷൂ ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ ഈ ഷൂവിൻ്റെ ബോക്സ് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇത്രയും കൂടി നല്ല സ്ട്രോങ് ആയിരിക്കും സാധാരണ മറ്റ് ബോക്സുകളെക്കാളും. ഇതുപോലെ ഇത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എന്ത് ബോക്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ. കാർഡ്ബോർഡ് ബോക്സ്, ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സോ അങ്ങനെയുള്ള എന്ത് ബോക്സ് വേണമെങ്കിലും നമുക്കെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ചെറുതായിട്ട് കർവ് ചെയ്ത് വെട്ടിയെടുക്കുക. അപ്പോൾ അതിന് നമ്മളുടെ ഈ ബോക്സിന് ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്നത് മുൻഭാഗം. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോക്സിനകത്ത് മൊത്തം നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കും. അപ്പോൾ അതിനായിട്ട് ഫെവിക്കോൾ ഇതുപോലെ ഇത്തിരി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ ഈ ബോക്സിലേക്ക് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഡൈല്യൂട്ട് ചെയ്തെടുത്ത ഈ ഒരു ഫെവിക്കോള് നമ്മൾ ഈ ബോക്സിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഓവർലാപ്പ് ചെയ്ത് ഗ്യാപ്പ് വരാത്ത രീതിയിൽ ഒട്ടിച്ചെടുക്കുക. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതിങ്ങനെ ഒരു ലെയർ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മൾ ഈ ഫെവിക്കോള് അപ്ലൈ ചെയ്യും. അപ്പോൾ എന്നാലാണ് നന്നായിട്ട് ഒട്ടിയിരിക്കുള്ളൂ. ഇനി നമുക്കിത് ഒരു ലെയറിന് പകരം വേണമെങ്കിൽ ഇത്രയും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലെയർ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നാലും ഇപ്പോൾ ഒരു ലെയർ ഒട്ടിച്ചിട്ട് നമ്മൾ ഈ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് ഇത് നന്നായിട്ട് ഉണങ്ങി വന്നു കഴിയുമ്പം നമ്മുടെ ഈ ബോക്സിന് ഒരു ഇത്രയും കൂടി നന്നായിട്ട് നല്ല കട്ടി കിട്ടും, നല്ല സ്ട്രോങ് ആവും. ഇനി ഈ ഒരു ബോക്സിലോട്ട് നമ്മൾ സിൽവർ കളർ സ്പ്രേ പെയിൻ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. മൊത്തത്തിൽ സിൽവർ കളർ സ്പ്രേ പെയിൻ്റ് അടിച്ചെടുത്തു. ഇപ്പോൾ ഈ ബോക്സ് നല്ല സ്ട്രോങ് ആയി കേട്ടോ. നമ്മൾ റഫ് ഹാൻഡ്ലിങ് ചെയ്താൽ പോലും ഇത് പൊട്ടിപ്പോവോ കീറിപ്പോവോ ഒന്നുമില്ല കേട്ടോ. കണ്ടോ, ഒരുവിധം നമ്മളൊന്ന് ഞെക്കി നോക്കിയാൽ പോലും അത് നന്നായിട്ട് കണ്ടോ സ്ട്രോങ് ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇതിൻ്റെ ഡെക്കറേഷനാണ് ബാക്കിയുള്ളത്. അതിനായിട്ട് ഞാൻ ഈ റെഡ് കളർ ത്രെഡ് ഇങ്ങനെ ഒരു ഡിസൈനിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം കേട്ടോ. ത്രെഡ് ഇപ്പോൾ ജൂട്ട് ത്രെഡ് വേണമെങ്കിൽ ജൂട്ട് ത്രെഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഒരു ഐഡിയയിൽ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ ഈ റെഡ് കളർ ത്രെഡ് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ആക്ച്വലി നമുക്കൊരു ഡയഗണൽ ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഈ 4 വശത്തും ഈ ബോക്സിൻ്റെ പുറത്തായിട്ട് 4 വശത്തും നമ്മളിതുപോലെ ഡയഗണൽ ഷേപ്സ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ സ്ലാൻഡിങ് പൊസിഷനിൽ ഇങ്ങനെ ത്രെഡ് ഒട്ടിച്ച് പോവുക. അപ്പോൾ ഇത് ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, പറഞ്ഞു പോരാത്ത രീതിയിൽ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. പിന്നെ ഇത് മെഷർ ചെയ്തിട്ട് ഒരേ വിഡ്ത്തിലും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്ത് ചെയ്യാം. പക്ഷെ ഇവിടെ ഞാനിപ്പോൾ റഫായിട്ടാണ് ചെയ്യുന്നത്. നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഏകദേശം ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇങ്ങനെ കറക്റ്റായിട്ട് മെഷർ ചെയ്തൊന്നും ചെയ്യണമെന്നില്ല. അങ്ങനെ ഈ ഒരു പാറ്റേൺ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഈ ബോക്സിൻ്റെ ചുറ്റും ഇതുപോലെ ആദ്യം തന്നെ ഇതുപോലെ ഒരു സ്ലാൻഡിങ് ഒരു ഇതിൽ ഈ ത്രെഡ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡെക്കറേഷനിൽ.
പിന്നെ ഇതുപോലെ ഇങ്ങനെ ഇപ്പോൾ ഈ ഓർഗനൈസിങ് ബോക്സ് അല്ലെങ്കിൽ സ്റ്റോറേജ് ബോക്സ് ഒക്കെ നമ്മളിതുപോലെ വീട്ടിലുണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം ഇത് തന്നെ ഈ മേക്കപ്പ് സാധനങ്ങൾ, അതായത് നമ്മുടെ സ്പ്രേ, ക്രീം, അതുപോലെ ക്ലെൻസർ, ടോണർ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബോക്സ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളിപ്പോൾ നമ്മുടെ ടേബിളിൽ ഇങ്ങനെ വെറുതെ നിരത്തി വെച്ച് അവിടെ എവിടെയൊക്കെ വെക്കുന്നതിനേക്കാളും ഇങ്ങനെ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ നേരത്ത് എന്താ പറയുക, നല്ല ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാം. അവിടെ ഇവിടെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത് ഇരിക്കുന്ന കാണുന്നത് തന്നെ ഇപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബോക്സിലിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കതെടുത്ത് ഉപയോഗിക്കാൻ തന്നെ ഒരു സന്തോഷമുണ്ട്. കണ്ടോ? ഇനിയിപ്പോൾ അതാ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീണ്ടും നമ്മൾ ഈ റെഡ് കളർ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ? ഇതുപോലെ. അപ്പോൾ ഡയഗണൽ ഷേപ്പ് വരുന്ന കണ്ടോ? ഇതാ ഇതുപോലെ നോക്കിയിട്ട് അങ്ങ് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ലൈൻ, ഓപ്പോസിറ്റ് ലൈൻസും കൂടി കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ ബോക്സിൻ്റെ ഒരു വശത്ത് ഡയഗണൽ ഷേപ്സ് കംപ്ലീറ്റ് ആവും. ഇതാ കണ്ടോ? ഇപ്പോൾ ഡയഗണൽ ഷേപ്സ് കിട്ടിയുണ്ടോ ഈ ഒരു സൈഡിൽ? ഇതുപോലെ നമ്മൾ ഈ 4 സൈഡിലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഒരു ഡയറക്ഷനിൽ ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ്. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഓർഗനൈസിങ് ബോക്സിൻ്റെ കാര്യം പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതുപോലെ ബോക്സ് നമുക്ക് കിച്ചണിൽ ഉപയോഗിക്കാം, നമ്മുടെ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് പല യൂസസ്സാണ് കേട്ടോ ഇങ്ങനത്തെ ബോക്സ് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ 4 വശത്ത് ഇതുപോലെ ഡയഗണൽ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇനി ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടും ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ നീളത്തിൽ ഇതുപോലെ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഉള്ളിൽ ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പം ഞാനിങ്ങനെ ഇത് നമ്മുടെ ഒരു എന്താ പറയുക, മിററിൻ്റെ മുമ്പിൽ ഇതിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഭംഗിയിലിരുന്നോട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലും കൂടി ഒട്ടിച്ചു കൊടുക്കുവാണ്. കാരണം ഉൾഭാഗം ചില സൈഡിൽ നിന്നൊക്കെ കുറേശ്ശെ കാണുമല്ലോ. അതും കംപ്ലീറ്റ് ആയി കേട്ടോ. ഉൾഭാഗവും ഒട്ടിച്ചു, സൈഡ് കഴിഞ്ഞു, ഇതിൻ്റെ ബാക്ക് സൈഡിലും ഡിസൈൻ ഉണ്ട്. ഇനി ഈ ഓരോ ഡയഗണൽ ഷേപ്പിൻ്റെ ഉള്ളിലായിട്ട് ചെറിയ ഓരോ മിറേഴ്സ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മിറർ ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ, പഴയ ഏതോ ഒരു ഡ്രസ്സ് കളയാൻ നേരത്ത് അതുമേന്ന് ഞാനിങ്ങനെ ഊരിയെടുത്ത ഇതാണ് ഈ സ്റ്റോൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ മിറേഴ്സ് എന്ന് പറയാം. അപ്പോൾ അത് ഈ ഡയഗണൽ ഷേപ്പിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. കണ്ടോ? 4 വശത്തും ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടില്ലേ? നല്ല ക്യൂട്ടായി വന്നിട്ടുണ്ട് ഈ ഡെക്കറേഷൻ. അപ്പോൾ അതാ നമ്മുടെ ഈ സ്റ്റോറേജ് ബോക്സ് അല്ലെങ്കിൽ ഓർഗനൈസിങ് ബോക്സ് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നമ്മുടെ മേക്കപ്പിന് വേണ്ട സാധനങ്ങൾ ഇതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇത്തിരി ഹൈറ്റുള്ള ഒക്കെ നമുക്ക് വെക്കാം കേട്ടോ. ബോഡി സ്പ്രേ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് വെക്കാം. അതുപോലെ ഇത്തിരി ഹെയർ ക്രീം, ഫേസ് ക്രീം, അങ്ങനെ ഇത്തിരി വലുപ്പമുള്ളതും ഹൈറ്റുള്ളതായിട്ടുള്ള ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു 2 ബോക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് ടേബിളിനകത്തുള്ള എല്ലാ സാധനങ്ങളും തന്നെ നമുക്കിതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയായിട്ടില്ലേ? ഇനി അടുത്തതായിട്ട് നമ്മുടെ അടുത്ത സ്റ്റോറേജ് ബോക്സ് ആണ് ഇത്. ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സ്റ്റോറേജ് ബോക്സ്. കണ്ടോ? അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഷൂ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈസും ഒക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന യൂസിന് പറ്റിയതായതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഷൂവിൻ്റെ ബോക്സ് എടുത്തേക്കുന്നത്. കണ്ടോ? ഇതുപോലൊരു ബോക്സ് നമ്മളെടുത്തു. ഇനി ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കോർണേഴ്സൊക്കെ നമ്മളിതുപോലെ ഒരു ടേപ്പ് വെച്ച് ഒട്ടിച്ചെടുക്കും. അപ്പോൾ എന്താ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. നമ്മൾ ഈ ബോക്സ് എടുക്കുകയും വെക്കുകയും ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴൊക്കെ ഇതിൻ്റെ കോർണേഴ്സ് വിട്ടുപോകാനുള്ള ചെറിയ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ടേപ്പ് വെച്ച് നമ്മൾ നന്നായിട്ട് മാസ്ക് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല. നമ്മൾ എത്ര ഹാൻഡിൽ ചെയ്താലും അതുപോലെ തന്നെ ഇരുന്നോളും. കീറിപ്പോവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കോർണേഴ്സിലും ഇതുപോലെയുള്ള ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ? ഇനി ഇതിൻ്റെ കോർണറിൽ ഔട്ടർ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നർ സൈഡിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പോൾ ഔട്ടർ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇരുന്നോളും. ഇനിയിപ്പോൾ നമ്മൾ പിള്ളേരുടെ കബോർഡിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ റഫായിട്ട് ഹാൻഡിൽ ചെയ്താലും നല്ല സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഫാബ്രിക് വെച്ച് ആണ് നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. കണ്ടോ? ഇനി ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പഴയ സ്വെറ്ററാട്ടോ. ഇനി ഇതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്വെറ്റർ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കണ്ടെയ്നേഴ്സൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം.
അതിനായിട്ട് നമ്മൾ ഈ ഒരു സ്വെറ്ററിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. മുറിച്ചെടുത്തിട്ട് അതുമേയുള്ള പോക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റണം. എന്നിട്ട് നമുക്ക് ഈ നമ്മുടെ ബോക്സിൻ്റെ മെഷർമെൻ്റ് അനുസരിച്ചിട്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബോക്സ് കവർ ചെയ്തെടുക്കാവുന്നുള്ളൂ. കണ്ടോ, അതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ എടുക്കാം. ഇപ്പം ഞാൻ ഈ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും മാത്രം 2 പീസസ് മാത്രമേ ഇതിനകത്ത് നിന്ന് എടുക്കുന്നുള്ളൂ. ഇതാ കണ്ടോ, ഇങ്ങനെയൊരു നമുക്കൊരു പീസ് കിട്ടി. ഇനി ഇതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലെ ഒരു ഡിസൈൻ ഉണ്ട് ഈ സ്വെറ്ററിൻ്റെ. ആ ഡിസൈൻ ഞാനിങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട്, അതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സ്വെറ്ററിലുള്ള ബട്ടൺസും ഞാൻ ഊരിയെടുത്തു, അതും നമ്മൾ ഡെക്കറേഷൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഇനി ഈ ബോക്സിൻ്റെ ഇതുപോലെ അടിഭാഗത്തായിട്ട് ഗ്ലൂ ഗൺ വെച്ച് കൊടുത്തിട്ട് ഇതാ നമ്മൾ ഈ ഒരു പീസ് ഇതിൻ്റെ മീതേക്ക് ഇങ്ങനെ ഇടുക. കണ്ടോ, എന്നിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഈ 4 വശത്തേക്ക് നമ്മളിത് ഒട്ടിച്ചെടുക്കണം. കണ്ടോ, അത് ഒരു വശം ഇതാ ഇതുപോലെ ഒട്ടിച്ചു, ബാക്കിയുള്ള ഭാഗം ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അവിടെ ഈവനായിട്ട് വരുന്നൊന്നുമില്ല, നമ്മൾ വേറെ ഇത് വെച്ച് വീണ്ടും കവർ ചെയ്യാനുള്ളതാണ്. ഇതാ ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തു. കണ്ടോ, നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഇതാ ഈ ഒരു സൈഡിൽ ഇതുപോലെ ഇങ്ങനെ ബാക്കി വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ, അത് നന്നായിട്ട് ചുളിവൊന്നുമില്ലാതെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതാ ഇതുപോലെ ഫോൾഡിങ് വരുന്ന ഭാഗത്തൊക്കെ കണ്ടോ, ഡബിൾ ഫോൾഡിങ് വരുന്ന ഭാഗത്തൊക്കെ ചെറിയ കഷ്ണം കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈവണായിട്ട് ഒരേ തിക്നെസ്സിൽ കിട്ടും. അല്ലെങ്കിൽ തുണി ഒത്തിരി ഫോൾഡായിട്ടിരുന്ന അവിടെ കട്ടി കൂടും, അങ്ങനത്തെ ഇതുണ്ട്. അപ്പോൾ അതായത് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരില്ല. കണ്ടോ, ഇതുപോലെ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് തിക്നെസ് കൂടുന്നുള്ളിടത്ത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ ഇപ്പോൾ ഒരു പീസ് നമ്മൾ ഫാബ്രിക് ഇതിനകത്ത് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത പീസ് നമുക്ക് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു പീസ് ഹാഫായിട്ട് മുറിച്ചെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ. ഇനി നമ്മൾ ആ ഒരു വീതി കുറഞ്ഞ സൈഡിലാണ് ഈ ഒരു പീസ് വെക്കാൻ പോകുന്നത്. കണ്ടോ, ഇതാ. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടിയിലും സൈഡിലും ഉൾഭാഗത്തൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ ഔട്ടർ സൈഡ് ഏകദേശം കവേർഡ് ആവും. ഇവിടെയും നമ്മൾ ഒട്ടിക്കാൻ നേരത്ത് ഫോൾഡ് വരുന്ന ഭാഗങ്ങളിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല ഫിനിഷിങ്ങിൽ നന്നായിട്ട് ഇരുന്നോളൂ. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ സൈഡ് ഒട്ടിക്കുന്നു, 2 സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഉൾഭാഗത്തും ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി മറ്റേ സൈഡിൽ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. മറ്റേ പീസ് മറ്റേ സൈഡിൽ വെച്ച് നമ്മളിതായി ഫാബ്രിക് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഈ ബോക്സിൻ്റെ ഔട്ടർ സൈഡിൽ നമ്മുടെ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി അപ്പം ഇതിനകത്ത് ഈ അടിഭാഗത്ത് ഒക്കെ ഇതുപോലെ വരുന്നത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ബോക്സ് വെച്ച് ചെയ്യുമ്പോൾ അടിഭാഗമൊന്നും നമുക്കത്ര കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ പുറം ഭാഗത്ത് വരുന്ന ഈ കണക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ പിന്നീട് നമ്മൾ ഓരോ ഡെക്കറേഷൻ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അതറിയില്ല ഈ കണക്ഷൻ വരുന്നതൊന്നും. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് നന്നായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഒരു മുറിച്ചെടുത്ത ആ ഒരു കഷ്ണമില്ലേ, അത് ഇവിടെ ഈ ജോയിൻറ്റ് വരണോടത്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ. അപ്പോൾ ആ 2 പീസസ് തമ്മിലുള്ള ജോയിൻറ്റ് അറിയത്തില്ല, നമ്മൾ ജോയിൻ ചെയ്ത് ഒട്ടിച്ചേക്കുന്നതും ഒന്നും അറിയത്തില്ല. കണ്ടോ, ഇതൊരു ഡെക്കറേഷൻ പോലെ ഇരുന്നുള്ളൂ. മറ്റേ സൈഡിലും ആ ജോയിൻറ്റ് വരുന്നിടത്ത് നമ്മളിതുപോലെ ഈ ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ഫാബ്രിക് ഒട്ടിച്ച് കഴിയുമ്പോൾ. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇന്നർ സൈഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇന്നർ പഴയതാണ്, ഇത് കളയാൻ വെച്ചിരുന്നതാണ്, അത് ഇതുപോലെ വെട്ടിയെടുക്കുവാണ്. എന്നിട്ട് അതിൻ്റെ ഈ തുണിയുടെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിൻ്റെ ഹാഫ് ഇതായിരിക്കണം. പിന്നെ നീളം നമ്മൾ നോക്കിയിട്ട് നീളത്തിനനുസരിച്ച് വെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഓപ്പൺ എൻഡ് ഉണ്ടല്ലോ, അത് ഇതുപോലെ ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. നമ്മൾ മുറിച്ചെടുത്ത ആ ഒരു എൻഡ് ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ ഈ 2 കോർണേഴ്സും നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. മെഷീനിൽ വെച്ച് നമുക്ക് തയ്ച്ചെടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈസിയസ്റ്റ് വേ ആണ് കാണിക്കുന്നത്. കണ്ടോ, ഗ്ലൂ ഗൺ വെച്ച് ഇതുപോലെ ഒട്ടിച്ചെടുത്താൽ മതി, ഒട്ടിക്കിട്ടും, തയ്ച്ച പോലെ തന്നെ ഇരുന്നോളൂ. ഈ 2 കോർണേഴ്സും 2 സൈഡിലുള്ള കോർണേഴ്സും നമ്മളിത് ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇനി നമുക്കിതിൽ ഉള്ളിലേക്ക് വെച്ച് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഇരുന്നോളും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ
എന്നിട്ട് അതിൻ്റെ എഡ്ജസ് നമ്മളൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിങ്ങനെ ഊർന്ന് വീഴും. അപ്പോൾ അതങ്ങനെ വീഴാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിൻ്റെ കോർണേഴ്സും ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. 4 കോർണേഴ്സും കണ്ടോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോറേജ് ബോക്സിൻ്റെ ഏകദേശം ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരിക. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ 4 സൈഡ് ഇതുപോലെ ഇരിക്കും. കണ്ടോ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഡ്രസ്സൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാലോ. ഇതിനകത്ത് മോളുടെ കുറച്ച് ടോപ്സാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. കണ്ടോ, ഇതുപോലെ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ. ഇനി ഈ ഒരു സ്റ്റോറേജ് ബോക്സ് കൂടുതൽ മനോഹരമാക്കാനായിട്ട് ഞാൻ 4 ബട്ടൺസ് ഈ ഡ്രസ്സുമേ നിന്ന് ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് സിമ്പിളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ ഈ സ്റ്റോറേജ് ബോക്സ് കൂടുതൽ ഭംഗിയായി. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ 2 സ്റ്റോറേജ് ബോക്സും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു.